നമസ്കാരം. അമ്മയിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്പോൾ വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു. 1:05 വരെയാണ്, 1 മണി വരെയാണ്. 5 മിനിറ്റ് വൈകി. 2 പേര് യാത്രയിലായിരുന്നു, വോട്ട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അവസാനം വോട്ട് ചെയ്തത് ഗിന്നസ് ബക്രുവാണ്. പ്രിയങ്കമാണ് അവസാനം വോട്ട് ചെയ്തത്. 298 പേർ വോട്ട് രേഖപ്പെടുത്തി. 298 പേർ വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും 298 പേര് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ നല്ലൊരു പോളിംഗ് ആണ് ഇത് നടന്നിരിക്കുന്ന കാര്യത്തിൽ. ഇതിനു മുമ്പ് ഇത്തരം ഒരു പോളിംഗ് നടന്നതായിട്ട് അറിയില്ല. എന്തായാലും 506 പേരുള്ള 507ഓളം അംഗങ്ങളുള്ള സ്ഥലത്താണ് 298 പേർ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു പോളിംഗ് ആണ്. അതിൽ കൂടുതലും സ്ത്രീകളാണ് എത്തിയതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്ത്രീകളുടെ ഒരു ഭൂരിഭാഗം അംഗങ്ങളും സ്ത്രീകളാണ്. നിലവിലെ അംഗങ്ങളുടെ ഇതിൽ വെച്ച് നമുക്കറിയാം പുരുഷന്മാരും സ്ത്രീകളും ഒപ്പത്തിന് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. 298 പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ വാശിയേറിയ മത്സരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ തന്നെ 10:30 മണിയോടുകൂടി മോഹൻലാൽ എത്തി. രാവിലെ തന്നെ മറ്റാളുകളെത്തി. മോഹൻലാൽ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു, ആരും ഇതിൽ മാറിപ്പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. MLA മാരായ മുകേഷും മാണി സി കാപ്പനും വോട്ട് ചെയ്യാൻ എത്തി. അങ്ങനെ വാശിയൊരു മത്സരം തന്നെയാണ് നടന്നത്. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ എത്തി എന്ന ഏറ്റവും പ്രത്യേകതയാണ്. ഇപ്പോഴും വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ 4 മണി 4:30 മണിയോടുകൂടി റിസൾട്ട് പുറത്തു വരും. പിന്നീട് മാധ്യമങ്ങൾ കാണുമെന്ന് ജഗദീഷ്, ഇപ്പോഴത്തെ നിലവിലുള്ള കമ്മിറ്റിയുടെ ചുമതലയുള്ള ജഗദീഷ് അറിയിക്കുകയും ചെയ്തു. 4 മണിക്ക് മാധ്യമങ്ങളെ കാണാം. പുതിയ സംഘടനയ്ക്കുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് എന്തായാലും പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഏറ്റവും വലിയ മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് കാണുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാമേനോനും മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേർ മത്സരിക്കുന്നു. 2 പേരാണ് വേണ്ടത്. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും നാസലത്തെയും മത്സരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് കടുത്ത മത്സരം എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെയാണ് രവീന്ദ്രനും കുക്കു പരമേശ്വരും മത്സരിക്കുന്നത്. ജോയിൻറ്റ് സെക്രട്ടറി നേരത്തെ പറഞ്ഞ അൻസിബ എതിരിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ സ്ഥാനത്തേക്ക് 2 പേര് മത്സരിക്കും. ഒരാൾ വേണ്ട. ഉണ്ണി ശിവാലും അതോടൊപ്പം തന്നെ അനൂപ് ചന്ദ്രൻ മത്സരിക്കുന്നു. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ജനറൽ വിഭാഗത്തിൽ 7 പേര് വേണ്ടതിന് 8 പേര് മത്സരിക്കുന്നു. സ്ത്രീകളുടെ സംവരണത്തിൽ 4 പേര് വേണ്ട സ്ഥലത്ത് 5 പേര് മത്സരിക്കുന്നു. എന്തായാലും മത്സരം വാശിയേറിയ മത്സരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ വിജയം ആർക്കായിരിക്കുമെന്ന് കാത്തിരിക്കാൻ നമുക്കിനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് പ്രധാനപ്പെട്ട വിഷയം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അകത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. കുറേ ആളുകൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. അതിന് വേദി വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടുണ്ട്. ആ വേദി നൽകുമോ എന്ന് നമ്മൾ കാത്തിരുന്നാലും വേദി കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീരുമാനിക്കേണ്ട ഇലക്ഷൻ ഓഫീസർമാരാണ്. അവരുടെ ഭരണത്തിൽ അവരാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ പല കാര്യങ്ങളും അവിടെ ഓപ്പണായിട്ട് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല. അതോടൊപ്പം ബാബുരാജ് ഇപ്പോൾ ബൈറ്റും തന്നിക ബാബുരാജ് കൃത്യമായി പറയുന്നു, തനിക്കെതിരെ താനാണ് ഇതെല്ലാം ഗൂഢാലോചന നടത്തിയ ശ്വേതാമേനോൻ്റെ ഉൾപ്പെടെ പറഞ്ഞു. അങ്ങനെ തനിക്കെതിരെ ഒരംശമുണ്ടെങ്കിൽ താൻ അഭിനയ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വികാരഭരിതനായാണ് കാര്യങ്ങൾ പറഞ്ഞത്. തനിക്കെതിരെയാണ് ആരോപണം എല്ലാം ഉന്നയിച്ചിരുന്നത്. അത്തരമൊരു ആരോപണത്തിൽ എന്തെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ താൻ സിനിമാ ജീവിതം അഭിനയം തന്നെ നിർത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്മയിൽ നിന്നല്ല, സിനിമ അഭിനയം തന്നെ നിർത്തുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളിലെടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നെക്കുറിച്ച് പറഞ്ഞാലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നെ എല്ലാത്തിനും പറയാറുണ്ട്. ഇപ്പോൾ ശ്വേത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശ്വേതയ്ക്കെതിരെ പോലും എനിക്കെതിരെ ആൾക്കാർ പ്രചരണം അഴിച്ചു വിട്ടു. അത് ശ്വേതയ്ക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. വേറെ ആരെ കൊണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ്. അതെല്ലാം കണ്ടുപിടിക്കട്ടെ. ആദ്യമേ ഞാൻ ആവശ്യപ്പെടുന്നത് പുതിയ ഭരണസമിതി ഈ പറഞ്ഞത് ആരാണ്, ഈ കേസ് കൊടുത്തതിൻ്റെ പിന്നിൽ ആരാണ്, ഇതെല്ലാം അവർ കണ്ടുപിടിക്കണം. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം നിർത്തിപ്പോവും. സംഘടനയെന്നല്ല, അഭിനയം നിർത്തിപ്പോവും. ഞാൻ ശ്വേതയോട് പറഞ്ഞു, ശ്വേത ഞാൻ എത്രയോ വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ്, ശ്വേതയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ എന്താ പറയുക, എന്നെക്കുറിച്ച് എന്തും പറയാം, പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. ഇപ്പോൾ ഞാൻ ഭീകരനാണ്, ഇതാണെന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് എടുക്കേണ്ടതാണ്. കാര്യമായിട്ട് തന്നെ എടുക്കണം. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ എടുത്തു പറയുന്നു എന്ന് മാത്രമുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുള്ള മണിക്കൂറുകൾ ആർക്കാണ്, ആരോടൊപ്പമാണ് അമ്മ സംഘടനയിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ കാത്തിരുന്ന് കാണണം. ഇന്നത്തെ ഒരു ഇലക്ഷൻ ഒരു ചരിത്ര വിജയത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇത്രയും അംഗങ്ങൾ അത്രയും വാശിയേറി എന്നാണ്. അംഗങ്ങളെല്ലാം അകത്ത് പരസ്പരം വോട്ട് പിടിക്കുന്ന വിഷ്വൽ ഉൾപ്പെടെ നമുക്കറിയാം, കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അംഗങ്ങളെല്ലാവരും പരസ്പരം വോട്ട് പിടിച്ച് ഓരോ ആൾക്കും അവരവരെ വോട്ട് പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. 4 മണിയോടുകൂടി 4:30 റിസൾട്ട് വരും. അതിനുശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് ജഗദീഷും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം.
മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.